Ninth question. Find the number of integers between 1 and 10,000 inclusive which are divisible by none of 5, 6 or 8. Find the number of integers between 1 and 10,000 inclusive which are divisible by none of 5, 6 or 8. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 3 സെറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എന്താ? ഇന്റിജേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 5. Integers divisible by 5. Next B എടുക്കാം. B with a set of integers divisible by 6. Divisible by 6. And C with a set of integers divisible by 8. Okay. അപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 മുതൽ 10,000 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. അതില് 5 കൊണ്ടോ 6 കൊണ്ടോ 8 കൊണ്ടോ ഡിവിസിബിൾ അല്ലാത്ത നമ്പേഴ്സിന്റെ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഇത് ഈ നമ്പേഴ്സിന്റെ ഇടയിൽ 5 കൊണ്ടോ 6 കൊണ്ടോ 8 കൊണ്ടോ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ എണ്ണം ഫൈൻഡ് ഔട്ട് ചെയ്യാം. എന്നിട്ട് ടോട്ടൽ നമ്പറിൽ നിന്ന് ആ എണ്ണം മൈനസ് ചെയ്താൽ നമുക്ക് ഡിവിസിബിൾ അല്ലാത്ത ഇന്റിജേഴ്സിന്റെ എണ്ണം കിട്ടും. അപ്പൊ ആദ്യം നമ്മള് സെറ്റ് എ ബി സി എടുത്തു. എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഡിവിസിബിൾ ബൈ 5. ബി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഡിവിസിബിൾ ബൈ 6. സി എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ഡിവിസിബിൾ ബൈ 8. ഇനി നമ്മള് നമ്പർ ഓഫ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുക, നമ്പർ ഓഫ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യുക, നമ്പർ ഓഫ് സി ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫസ്റ്റ് അതാണ്. അപ്പൊ നമ്പർ ഓഫ് എ, എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാണ് നമ്മളുടെ? 1 to 10,000 അല്ലേ? 10,000 ഡിവൈഡഡ് ബൈ 5. ഈ സിമ്പിൾസ് ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇൻഡെക്സ് എന്നാണ്. ഇൻഡെക്സ് പാർട്ട് എന്നാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ മീനിങ്. ഇത് മീൻ ചെയ്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ 10,000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ലീസ്റ്റ് നമ്പർ ഏതാണോ ആ ഡിവൈഡ് ഒരു ഡെസിമൽ പോയിന്റ് ആണെങ്കിൽ, ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതിന്റെ ലീസ്റ്റ് ഇന്റിജർ ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുക. 10,000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 0 0 0. ഇതാണ് എൻ ഓഫ് എ എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ എൻ ഓഫ് ബിയും എൻ ഓഫ് സിയും കണ്ടുപിടിക്കാം. ഇനി നമുക്ക് എൻ ഓഫ് ബി കണ്ടുപിടിക്കാം. എൻ ഓഫ് ബി എന്ന് പറയുന്നത് എൻ ഓഫ് ബി is equal to index part 10,000 divided by 6. Index part of 10,000 divided by 6. 10,000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതിന്റെ ലീസ്റ്റ് ഇന്റിജർ നമ്പർ. അപ്പൊ നമ്മള് 10,000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10ലെ 1 ടൈം 40 35 N of B is equal to 10,000 divided by 6. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1666.666 അങ്ങനെ വരും. അപ്പൊ ഇതിന്റെ ലീസ്റ്റ് ഇന്റിജർ എന്ന് പറയുന്നത് 1666 ആണ്. അപ്പൊ അത് നമ്മൾ എടുത്തു. ഇനി നമുക്ക് എൻ ഓഫ് സി കണ്ടുപിടിക്കാം. എൻ ഓഫ് സി
n of c is equal to 10,000 divided by 8, which is equal to ഒരു പ്രാവശ്യം 20 രണ്ട് പ്രാവശ്യം 8 2 16 40 8 5 40 1250. 10 8 ഒരു പ്രാവശ്യം, ബാക്കി 2 ഉണ്ട് 20 8 2 16 രണ്ട് പ്രാവശ്യം, ബാക്കി 4 ഉണ്ട് 40 8 5 40 5 പ്രാവശ്യം, പിന്നെ 0. 1250. അപ്പൊ നമുക്ക് n ഓഫ് എ കിട്ടി, n ഓഫ് ബി കിട്ടി, n ഓഫ് സി കിട്ടി. ഇനി നമുക്ക് എന്തൊക്കെ വേണം? n ഓഫ് എ ഇന്റർസെക്ഷൻ ബി വേണം, n ഓഫ് എ ഇന്റർസെക്ഷൻ സി വേണം, n ഓഫ് ബി ഇന്റർസെക്ഷൻ സി വേണം. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. n ഓഫ് എ ഇന്റർസെക്ഷൻ ബി, n ഓഫ് എ ഇന്റർസെക്ഷൻ ബി is equal to 10,000 divided by a എന്ന് പറയുന്നത് എന്താ? 5 divisible by 5 ആണ്. b എന്ന് പറയുന്നത് divisible by 6 ആണ്. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 10,000 divided by 5 into 6, which is equal to 5 10,000 2000 times 2000 divided by 6, which is equal to 20 6 6 3 18 3, പിന്നെ 2 ബാക്കി ഉണ്ടാവും, വീണ്ടും 20 3 വീണ്ടും 20 3 333 ചേർക്കുക. ഓക്കെ, n ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 10,000 divided by 5 into 6, which is equal to 2,000 divided by 6, which is equal to 333.3. അതെന്ന് പറയുന്നത് 333. ഓക്കെ, നെക്സ്റ്റ് n ഓഫ് എ ഇന്റർസെക്ഷൻ സി, which is equal to 10,000 divided by 5 into 8, which is equal to 2,000 divided by 8, which is equal to 20 8 എത്ര പ്രാവശ്യം പോകും? 2 പ്രാവശ്യം, 8 2 16, ബാക്കി 4 ഉണ്ടാവും, 40 8 5 പ്രാവശ്യം, 8 5 40, ബാക്കി 0 ഉണ്ട് 250. സോ n ഓഫ് എ ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 250. Now n of b intersection c, n of b intersection c is equal to 10,000 divided by 6 into 8, which is equal to 10,000 divided by 8 എന്താ? 1250 divided by 6, which is equal to 6 12 2 times 6 12 12, 5 6 പോവില്ല 0, 50 6 8 48 8 6 48, പിന്നെ 2 ഉണ്ട് 0.20, 20 6 3 18, അപ്പൊ നമുക്ക് 208. ഓക്കെ, നമുക്ക് നമ്പർ ഓഫ് എ കിട്ടി, നമ്പർ ഓഫ് ബി കിട്ടി, നമ്പർ ഓഫ് സി കിട്ടി, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ സി, നമ്പർ ഓഫ് ബി ഇന്റർസെക്ഷൻ സി. ഇനി നമുക്ക് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമുക്ക് നോക്കാം. നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, which is equal to 10,000
divided by 5 into 6 into 8, which is equal to 2000 divided by 6 into 8, which is equal to 250 divided by 6 equal to 41. അപ്പോൾ നമുക്ക് n of A കിട്ടി, n of B കിട്ടി, n of C കിട്ടി, n of A intersection B, n of A intersection C, n of B intersection C, n of A intersection B intersection C, ഇതെല്ലാം കിട്ടി. ഇനി നമുക്കറിയാം principle for inclusion exclusion for 3 sets, principle of inclusion and exclusion for 3 sets. അത് യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? n of A union B union C, which is equal to n of A plus n of B plus n of C minus n of A intersection B minus n of A intersection C minus n of B intersection C plus n of A intersection B intersection C. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n of A എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 2000 ആണ്. 2000 പ്ലസ് n of B നമുക്ക് കിട്ടിയിട്ടുള്ളത് 1666 ആണ്. പ്ലസ് n of C നമുക്ക് കിട്ടിയത് 1250 മൈനസ് n of A intersection B 333 minus n of A intersection C 250 minus n of B intersection C 208 plus n of A intersection B intersection C 41, which is equal to 4166. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 5, 6, 8 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇപ്പൊ കിട്ടിയത് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 5, 6, 8 ആണ്. അപ്പൊ നമ്മൾക്ക് നോട്ട് ഡിവിസിബിൾ ബൈ 5, 6, 8 കിട്ടാൻ വേണ്ടി എന്താ ചെയ്യണ്ടേ? ടോട്ടലിൽ നിന്ന് ഈ നമുക്ക് കിട്ടിയിട്ടുള്ള 4166 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് n of A യൂണിയൻ B യൂണിയൻ C കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. അതെന്ന് പറയുന്നത് എന്താ? ടോട്ടൽ n-ൽ നിന്നും n of A യൂണിയൻ B യൂണിയൻ C മൈനസ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ടോട്ടൽ n 10,000 ആണ്. 10,000 മൈനസ് 4166, which is equal to 5834. Okay, ഇതാണ് നമ്മുടെ ആൻസർ. ഇതാണ് നമുക്ക് കിട്ടുന്നത് നമ്പർ ഓഫ് ഇന്റിജേഴ്സ് ബിറ്റ്വീൻ 1 and 10,000 വിച്ച് ആർ ഡിവിസിബിൾ ബൈ നൺ ഓഫ് 5, 6, 8. അതെന്ന് പറയുന്നത് 5834 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prove that S30 division is a lattice. Also draw the Hasse diagram. Prove that S30/ is a lattice. Also draw the Hasse diagram. S30 under division ഒരു ലാറ്റിസ് ആണെന്ന് കാണിക്കണം. അതിന്റെ ഹസ്സെ ഡയഗ്രാം കാണിക്കണം, വരക്കണം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് S30യിലുള്ള എലമെന്റ്സ് ആരൊക്കെയാണ് ലിസ്റ്റ് ചെയ്യാം. S30 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30യുടെ ഫാക്ടേഴ്സ് ആണ് ആ സെറ്റിൽ വരാം. 30നെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുമോ, ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഇന്റിജേഴ്സ് ആണ് S30യിൽ വരുന്നത്. അപ്പൊ 30നെ 1,
ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. 2, 3, 4 ഡിവൈഡ് ചെയ്യില്ല. 5 ഡിവൈഡ് ചെയ്യും. 6 ഡിവൈഡ് ചെയ്യും. 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10, then 15, then 30. S30 വരുന്ന എലമെന്റ്സ് ഇവരൊക്കെയാണ്. അതായത് 30നെ ത്രൂ ഔട്ട് റിമൈൻഡർ ഒന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സെറ്റ്, അതാണ് S30 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ S30യിലുള്ള എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്തു. നമുക്ക് ഇതിന്റെ ഹസ്സേ ഡയഗ്രാം വരക്കാം. അപ്പൊ ഹസ്സേ ഡയഗ്രത്തിന്റെ ഫസ്റ്റ് റൂൾ എന്താണ്? അസെൻഡിങ് ഓർഡറിലെ ഓരോ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക പോയിന്റ്സ് യൂസ് ചെയ്തിട്ട്. നമ്മള് ആദ്യം 1, പിന്നെ 2, 3, 6, 5, 10, 15, 30. ഇപ്പൊ ഞാൻ നമ്പേഴ്സിനെ പോയിന്റ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മള് കണക്ഷൻ വരക്കുക, ലൈൻ വരക്കുക. രണ്ട് പോയിന്റ്സ് കണക്റ്റഡ് ആണെങ്കിൽ അതല്ലെങ്കിൽ റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ആ റിലേഷൻ ഒരു ലൈൻ യൂസ് ചെയ്ത് ഡിനോട്ട് ചെയ്യും. നമുക്ക് അത് നോക്കാം. ആദ്യത്തെ പേര് 1, 2 എടുക്കാം. 1 divides 2 ആണ്. സോ അവ തമ്മിൽ ജോയിൻ ചെയ്യാം. 1, 3 എടുക്കാം. 1 divides 3 ആണ്. 1, 5 എടുക്കാം. 1 divides 5 ആണ്. നെക്സ്റ്റ് അടുത്ത പെയർ 2, 3 എടുക്കാം. 2, 3നെ ഡിവൈഡ് ചെയ്യില്ല, അതുകൊണ്ട് ലൈൻ വേണ്ട. 2, 5 എടുക്കാം. 2, 5നെ ഡിവൈഡ് ചെയ്യില്ല, അതുകൊണ്ട് അവിടെയും ലൈൻ വേണ്ട. 2, 6 എടുക്കാം. 2, 6നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും, അതുകൊണ്ട് അവർക്കിടയിൽ ഒരു ലൈൻ വരയ്ക്കുക. നെക്സ്റ്റ് 2, 10 എടുക്കുക. 2, 10നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും, സോ അവിടെ ഒരു ലൈൻ വരയ്ക്കുക. നെക്സ്റ്റ് 2, 15, 15നെ 2 ഡിവൈഡ് ചെയ്യില്ല, സോ ലൈൻ വേണ്ട. 2, 30, 30യെ 2 ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും, പക്ഷെ നമുക്ക് 10ൽ കൂടെ 30യിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ ഒരു ലൈൻ 2ൽ നിന്നും 30യിലേക്ക് ഒരു ഡയറക്റ്റ് ലൈനിന്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത പേരെടുക്കാം. 3, 5, 5നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യൂല, അതുകൊണ്ട് ലൈൻ വേണ്ട. 3, 6 ഡിവൈഡ് ചെയ്യും, സോ ലൈൻ വരക്കുക. 3, 10 ഡിവൈഡ് ചെയ്യില്ല. 3, 15 ഡിവൈഡ് ചെയ്യും. 3, 30 ഡിവൈഡ് ചെയ്യും, പക്ഷെ 3, 15ൽ കൂടെ നമുക്ക് 30യിലേക്ക് പോകാം, അപ്പൊ 3, 30 ഡയറക്റ്റ് ലൈനിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് അടുത്ത പെയർ 5, 6, 5, 6നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യൂല. 5, 10 ഡിവൈഡ് ചെയ്യും, സോ ലൈൻ വരക്കാം. 5, 15 ഡിവൈഡ് ചെയ്യും, ലൈൻ വരക്കാം. 5, 30 ഡിവൈഡ് ചെയ്യും. 5, 15ൽ കൂടെ 30യിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് 5, 30 ലൈനിന്റെ ആവശ്യമില്ല. നെക്സ്റ്റ് പെയർ 10, 15. 10, 15നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യില്ല, അതുകൊണ്ട് ലൈൻ വേണ്ട. 10, 30. നെക്സ്റ്റ് 15, 30. So this is the assay diagram for S30 under division. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന S30 അണ്ടർ ഡിവിഷൻ എന്ന് പറയുന്നത് ലാറ്റിസ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് മീറ്റ് ടേബിളും ജോയിൻ ടേബിളും വരക്കാം. ഓക്കെ, നമുക്ക് LUB ടേബിൾ വരക്കാം. ആദ്യം LUB ടേബിൾ എന്ന് പറഞ്ഞാൽ ജോയിൻ ടേബിൾ. ഓക്കെ, LUB എന്ന് പറഞ്ഞാല് ജോയിൻ ടേബിൾ. ജോയിൻ ടേബിൾ എന്ന് പറയുമ്പം A ജോയിൻ B, ഇതിലുള്ള എലമെന്റ്സ് അത് എഴുതുക. 1, 2, 3, 5, 6, 10, 15, 30. 1, 2, 3, 5, 6, 10, 15, 30.
ജോയിൻ ആണ് നമ്മൾ വരക്കുന്നത്. സോ എ ജോയിൻ ബി. സോ ജോയിൻ ടേബിളിൽ നമ്മൾ LUB AB ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇവിടെ റിലേഷൻ ഡിവിഷൻ ആയതുകൊണ്ട് LUB AB എന്ന് പറയുന്നത് LCM ഓഫ് AB ആണ്. അപ്പൊ നമുക്ക് നോക്കാം. 1 1 1 1ന്റെ LCM എന്ന് പറയുന്നത് 1 ആണ്. 1 2ന്റെ LCM എന്ന് പറയുന്നത് 2 ആണ്. 1 3 LCM 3. LCM of 1 5 5. LCM of 1 6 6. LCM of 1 10 10. LCM of 1 15 15. LCM of 1 30 30. LCM of 2 1 2. LCM of 2 2. അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം. 2 2. കോമൺ മൾട്ടിപ്പിൾ 2 ആണ്. 1 times 1 times. So LCM എടുക്കുമ്പോൾ 2 into 1 into 1, that is 2. So LCM of 2 2 is 2. LCM of 2 3 6. LCM of 2 5 10. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി ഡൗട്ട് ഉണ്ടെങ്കിൽ. LCM of 2 6 നോക്കാം. 2 6 കോമൺ മൾട്ടിപ്പിൾ 2 1 time 3 time. ഇപ്പൊ LCM of 2 6 എന്ന് പറയുന്നത് 6. LCM of 2 10. LCM of 2 10 എന്ന് പറയുന്നത് 10. LCM of 2 15 is 30. LCM of 2 30 എന്ന് പറയുമ്പം 230 ഇവിടെ 2 1 time 30ല് 1 5. അപ്പോ LCM of 230 എന്ന് പറയുന്നത് 30. നെക്സ്റ്റ് LCM of 3 1 3. LCM of 3 2 6. LCM of 3 3 3. LCM of 3 5 15. LCM of 3 6 6. LCM of 3 10 എന്ന് പറയുമ്പം 30. LCM of 3 15 15. LCM of 3 30. ഇതുപോലെ 330 ഇവിടെ 3 വരും. 3 1 30ല് 10 30. നെക്സ്റ്റ് 5 1 5. അപ്പോ ഇതാണ് നമ്മളുടെ ജോയിൻ ടേബിൾ. അതായത് LUB AB. LUB AB ഇവിടെ റിലേഷൻ ഡിവിഷൻ ആണ്, അതുകൊണ്ട് LCM AB ആണ്. ഇപ്പൊ നമ്മൾ ഓരോ പേഴ്സിന്റെയും LCM നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഓരോ പേഴ്സിന്റെയും ഏത് പേരെടുത്താലും ആ ഓരോ പേഴ്സിന്റെയും LCM നമ്മുടെ S30 ഉള്ള എലമെന്റ് തന്നെയാണ്. അപ്പം ജോയിൻ ടേബിളിലെ എല്ലാ എലമെന്റ്സും തന്നിരിക്കുന്ന S30 എലമെന്റ്സ് തന്നെയാണ്. ഇനി നമുക്ക് അതായത് ഏത് പേരെടുത്താലും അവരുടെ LUB നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ തന്നെ ഉണ്ട്. ഇനി നമുക്ക് GLB ടേബിളും കൂടെ നോക്കാം. GLB ടേബിൾ എന്ന് പറഞ്ഞാൽ മീറ്റ് ടേബിൾ ആണ്. മീറ്റ് ടേബിളിന്റെ ഇവിടെ റിലേഷൻ ഡിവിഷൻ ആയതുകൊണ്ട് നമ്മൾ GCD AB ആണ് നോക്കേണ്ടത്. GLB AB എന്ന് പറഞ്ഞു കഴിഞ്ഞാല് GCD AB ആണ്. GCD എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. കോമൺ ആയിട്ട് ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് അതാണ് കോമൺ ഡിവൈസർ. അതിലെ ഗ്രേറ്റസ്റ്റ് ഏതാണോ അതാണ് GCD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മീറ്റ് ടേബിളും കൂടെ നോക്കാം. അതിലുള്ള എല്ലാ പേഴ്സിന്റെയും GLB തന്നിരിക്കുന്ന സെറ്റിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, തന്നിരിക്കുന്ന സെറ്റ് ലാറ്റിസ് ആണ് അണ്ടർ ദ റിലേഷൻ ഡിവൈഡ്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ GLB ടേബിൾ. GLB എന്ന് പറഞ്ഞാല് ഇവിടെ റിലേഷൻ ഡിവിഷൻ ആയതുകൊണ്ട് GCD ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഓരോ പേഴ്സിന്റെയും GCD ആണ് നമ്മൾ നോക്കുക.
ഇതാണ് മീറ്റിന്റെ സിമ്പല്. അപ്പം GCD നോക്കാം. 1 എന്ന് പറയുന്ന പെയറിന്റെ GCD എന്ന് പറയുന്നത് 1 ആണ്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറും അത് 1ന്റെ 1 ആണ്, 2ന്റേത് 1 ആണ്. അങ്ങനെ ഓരോന്നും നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് ഈ ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ടേബിളിലുള്ള ഏത് 2 പേരെടുത്താലും അവരുടെ GCD എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സെറ്റിൽ തന്നെ ഉള്ള എലമെന്റ്സ് ആണ്. അതുകൊണ്ട് ഏത് 2 പേഴ്സിന്റെയും GLB നമുക്ക് തന്നിരിക്കുന്ന സെറ്റിലുണ്ട്. Therefore the given set S30 division എന്ന് പറയുന്നത് ഒരു ലാറ്റിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Define R from Z to Z by R is equal to set of all xy such that 3 divides x minus y. Prove that R is an equivalence relation on Z. Also determine the equivalence classes of R. അപ്പൊ നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട്. സെഡിൽ നിന്നും സെഡിലേക്ക് ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ എന്ന് പറയുന്നത് എക്സും വൈയും റിലേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നതിനെ 3 ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. ഓക്കെ, ആ ഒരു റിലേഷൻ ആണെങ്കിൽ എക്സും വൈയും റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. എക്സ് മൈനസ് വൈ 3ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഈസ് റിലേറ്റഡ് ടു വൈ എന്ന് പറയാം. അപ്പൊ ഈ റിലേഷൻ അനുസരിച്ച് സെഡ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ ആർ എന്ന് പറയുന്നത് ഓൺ സെഡ് ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പൊ ഓൾറെഡി പറഞ്ഞു, ഒരു ഇക്വലൻസ് റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ, ഒരു റിലേഷൻ ഇക്വലൻസ് റിലേഷൻ ആവണം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമെട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A should be related to A for every A belongs to Z. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A റിലേറ്റഡ് ടു B ആണെങ്കിൽ B റിലേറ്റഡ് ടു A ആയിരിക്കണം ഫോർ എവറി AB belongs to A. ഇനി ട്രാൻസിറ്റീവ് ആണെങ്കിൽ A റിലേറ്റഡ് ടു B, B റിലേറ്റഡ് ടു C ആണെങ്കിൽ A റിലേറ്റഡ് ടു C ആയിരിക്കണം ഫോർ എവറി ABC belongs to Z. ഓക്കെ, അപ്പം ഈ 3 പ്രോപ്പർട്ടീസും നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റിഫ്ലെക്സീവ് ആണോ എന്നാണ്. ടു പ്രൂവ് റിഫ്ലെക്സീവ്, ടു പ്രൂവ് റിഫ്ലെക്സീവ്, നമ്മൾ റിഫ്ലെക്സീവ് ആണോ എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ലെറ്റ് A belongs to Z. Let A belongs to Z. Z-ലുള്ള ഒരു എലമെന്റ് A എടുത്തു. Now consider A minus A. Consider A minus A. A minus A is equal to 0. A minus A is equal to 0, which is divisible by 3. അല്ലെങ്കിൽ A minus A is divisible by 3, അല്ലെങ്കിൽ 3 divides A minus A, or we can write A minus A as a multiple of 3. Therefore, from this we can say that A related to A for every A belongs to Z. Z-ലുള്ള ഏത് A എടുത്താലും A അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. Therefore, R is റിഫ്ലെക്സീവ്. തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിമെട്രിക് ആണോ ഇല്ലയെന്നാണ്. ടു പ്രൂവ് ദ ഗിവൺ റിലേഷൻ ഈസ് സിമെട്രിക്. അപ്പൊ ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് ആണെന്നാണ്. റിലേഷൻ സിമെട്രിക് ആണെന്നാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. ടു പ്രൂവ് സിമെട്രിക്. ഇനി നമുക്ക് കാണിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് ആണെന്നാണ്. ഫോർ ദാറ്റ് ലെറ്റ് A B belongs to Z. Z-ലുള്ള 2 എലമെന്റ്സ് നമ്മൾ എടുത്തു, എയും ബിയും.
and assume that A related to B. A B നോട് റിലേറ്റഡ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. Let A B belongs to Z, Z ലുള്ള രണ്ട് എലമെന്റ്സ് എടുത്തു and we assume that A related to B. ഇനി A related to B ആണെങ്കിൽ by the definition of relation we have A minus B is divisible by three. നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ അനുസരിച്ച് റിലേഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ we can say that A minus B is divisible by 3. That is, A minus B can be written as a multiple of 3. A minus B നെ നമുക്ക് 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. Now consider B minus A. B minus A consider ചെയ്യാം. B minus A is equal to minus of A minus B. B minus A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ minus of A minus B ആണ്, which is equal to minus of 3M, which is equal to 3M1, where M1 is equal to minus M. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? B minus A നെ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. അതായത് B minus A is divisible by 3 എന്ന് പറയാൻ പറ്റി. That is B related to A, which implies B related to A. That is, the given relation is symmetric. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണോ എന്നാണ്. സോ തേർഡ് വൺ, ടു പ്രൂവ് transitive. To prove transitive. Transitive ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി let A, B, C belongs to Z. Z ലുള്ള 3 എലമെന്റ്സ് എടുത്തു. A, B, C belongs to Z. Assume that A related to B and B related to C. A related to B ആണെന്നും B related to C ആണെന്നും അസ്യൂം ചെയ്യാം. ഇനി A related to B ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A related to B ആണ്, അതുകൊണ്ട് നമുക്ക് പറയാം A minus B is divisible by 3 and B related to C ആണ്, അതുകൊണ്ട് നമുക്ക് പറയാം B minus C is divisible by 3. A related to B ആണ്, അതുകൊണ്ട് by definition A minus B is divisible by 3 and B related to C ആണ്, so B minus C is divisible by 3. ഓക്കെ, ഇവിടെ A minus B is divisible by 3, അതുകൊണ്ട് നമുക്ക് പറയാം A minus B is equal to 3M1. M1 belongs to Z. Similarly, B minus C is divisible by 3, therefore B minus C is equal to 3M2. M2 belongs to Z. Now consider A minus C, which is equal to A minus B plus B minus C, which is equal to 3M1 plus 3M2, which is equal to 3M1 plus M2, which is equal to 3M3, where M1 plus M2 is equal to M3 and M3 belongs to Z. So, നമുക്ക് എന്ത് കിട്ടി? A minus C is a multiple of 3 എന്ന് കിട്ടി. അതായത് A minus C is divisible by 3. That is A related to C. So when A related to B and B related to C, we got A related to C. Therefore, the given relation is transitive. Okay.
ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? നമ്മുടെ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. Therefore it will be an equivalence relation. അതൊരു equivalence relation ആണ്. തന്നിരിക്കുന്ന റിലേഷൻ ഒരു equivalence relation ആണ്. ഇനി നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇക്വലൻസ് ക്ലാസസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വലൻസ് ക്ലാസസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇക്വലൻസ് ക്ലാസസ് ഓഫ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഇക്വലൻസ് ക്ലാസസ് ഓഫ് n എന്ന് പറയുന്നത് equivalence class of 0, equivalence class of 1, etc. up to equivalence class of n minus 1. Different equivalence classes of n നമുക്ക് എങ്ങനെ കിട്ടുന്നത്? നമ്മൾ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. equivalence class of 0, equivalence class of 1, etc. equivalence class of n minus 1. നെഗറ്റീവ് നമ്പേഴ്സിൻ്റെത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഈ പറഞ്ഞ ഇക്വലൻസ് ക്ലാസ് ഓഫ് 0, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 അപ് ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് n മൈനസ് 1 ഇതിലുള്ള ഏതെങ്കിലും ഇക്വലൻസ് ക്ലാസ്സിന് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇക്വലൻസ് ക്ലാസ് ഓഫ് n മൈനസ് 1ൽ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾക്ക് n എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് 0, ഇക്വലൻസ് ക്ലാസ് ഓഫ് 1, ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 അങ്ങനെ 3 ഡിഫറെന്റ് ഇക്വലൻസ് ക്ലാസ്സസ് ആയിരിക്കും കിട്ടുക. അപ്പം ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 ആദ്യം നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 കണ്ടുപിടിക്കാം. ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇക്വലൻസ് ക്ലാസ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ആ ഡെഫിനിഷൻ അനുസരിച്ച് എങ്ങനെയാ വരാം? സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു സെഡ്, set of all A belongs to Z such that A related to 0. Set of all A belongs to Z such that A related to 0, which is equal to set of all A belongs to Z such that A minus 0 is equal to 3m. A minus 0 by the relation definition തന്നിരിക്കുന്ന റിലേഷൻ അനുസരിച്ച് a minus a related to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a minus 0 is divisible by 3 എന്നാണ്. അതായത് a minus 0 is a multiple of 3, which is equal to set of all A belongs to Z such that A equal to 3m. അപ്പം 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ എസും സെഡിലുള്ള എല്ലാ എസും എന്താണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 0യിലുണ്ട്. അപ്പം നമുക്ക് നോക്കാം. എമ്മിന് ഓരോ ഇൻഡിജർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എമ്മിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 3 into 0 0 വരും. എമ്മിന് 1 കൊടുക്കുമ്പോൾ 3 into 1 3 എന്ന് വരും. എമ്മിന് -1 കൊടുക്കുമ്പോൾ 3 into -1 -3 എന്ന് വരും. എമ്മിന് 2 കൊടുക്കുമ്പോൾ 3 into 2 6 വരും. എമ്മിന് -2 കൊടുക്കുമ്പോൾ 3 into -2 -6 വരും, എക്സെട്ര. സോ ഇക്വലൻസ് ക്ലാസ് ഓഫ് 0യിൽ വരുന്ന എലമെന്റ്സ് ഇതൊക്കെയാണ്. 0, 3, -3, 6, -6, എക്സെട്ര. ഓക്കെ, ഇനി ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 കണ്ടുപിടിക്കാം. Equivalence class of 1. Equivalence class of 1 definition അനുസരിച്ച് എങ്ങനെയാ? Set of all A belongs to Z such that A related to 1, which is equal to set of all A belongs to Z such that A minus 1 is equal to 3m. A minus 1 is equal to 3m, which is equal to set of all A belongs to Z
such that A is equal to 3m plus 1. ഇനി നമുക്ക് എമ്മിന് ഇൻഡിജർ വാല്യൂസ് കൊടുക്കാം. എമ്മിന് 0 കൊടുക്കുമ്പോൾ 3 into 0 plus 1 1. എമ്മിന് 1 കൊടുക്കുമ്പോൾ 3 into 1 plus 1 3 plus 1 which is 4. എമ്മിന് -1 കൊടുക്കുമ്പോൾ 3 into -1 which is -3. -3 plus 1 -2. എമ്മിന് 2 കൊടുക്കുമ്പോൾ 3 into 2 6. 6 plus 1 7. എമ്മിന് -2 കൊടുക്കുമ്പോൾ 3 into -2 -6. -6 plus 1 -6 plus 1 is -5 etc. ഓക്കെ, ഇതാണ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 1ലുള്ള എലമെന്റ്സ്. സിമിലർലി ഇക്വലൻസ് ക്ലാസ് ഓഫ് 2ലുള്ള എലമെന്റ്സ് എങ്ങനെ വരും? Equivalence class of 2 is equal to set of all A belongs to Z such that A is equal to 3m plus 2. ഇതേ സിമിലർ വഴിയിൽ നമ്മൾ ചെയ്ത് വരുമ്പോൾ set of all A belongs to Z such that A is equal to 3m plus 2 എന്ന് വരും. ഓക്കെ, it is equal to എമ്മിന് വാല്യൂസ് കൊടുക്കാം. 3 into 0 0 plus 2 2. 3 into 1 3 plus 2 5. 3 into -1 -3 plus 2 -1. 3 into 2 6 plus 2 8. 3 into -2 -6 plus 2 -4 etc. നമുക്ക് ഇക്വലൻസ് ക്ലാസസ് ഓഫ് 3 കിട്ടി. ഓക്കെ, equivalence classes of 0, equivalence class of 0, equivalence class of 1, equivalence class of 2. ഇത് മൂന്ന് പേരാണ് ഡിഫറെന്റ് equivalence classes of the given relation. Okay.